2045 നമ്മളുടെ ഡെത്ത് ഓപ്ഷണലാക്കാം. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ താമസം മാറ്റിയാൽ പോലും ചില ജീനുകൾ എക്സ്പ്രസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് ചില ആൾക്കാർക്ക് മരണങ്ങളിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. ഏജ് അല്ല അപ്പോൾ മരണത്തിനുള്ള കാരണം. നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ചുമതലയാണ്, അത് ഡോക്ടർമാരുടെ ചുമതലയൊന്നുമല്ല. മാഡത്തിനോടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും അല്ല. ഇപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആൾക്കാർ കീറ്റോ ഡയറ്റിന് പോകുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് വർക്കാവുന്നുണ്ട്, ചില ആൾക്കാർക്ക് നെഗറ്റീവ് റിസൾട്ട് തരാം. ഒരു നമ്മുടെ ലാപ്ടോപ്പിൻ്റെയും റെഫ്രിജറേറ്ററും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ ഉണ്ടാക്കി വെക്കുക, പിന്നെ അത് നോക്കിയിട്ട് വർക്ക് ചെയ്താൽ മതി. ബയോ ഹാക്കിങ്ങിൽ ഒരു സാധാരണക്കാരന് പോയി കഴിഞ്ഞാൽ അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും ഇവിടെ കേരളം പോലൊരു സ്ഥലത്ത്? ആൾക്കാർ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴും. അതെ, ആരാണ് നമ്മളുടെയൊക്കെ ലൈഫിൻ്റെ ആയുസ് നിർണ്ണയിക്കുന്നത്? നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് തരുന്ന ഡോക്ടേഴ്സാണോ, നമ്മളുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ആണോ, അതല്ല നമ്മൾ തന്നെയാണോ? ഹൂ ഡിസൈഡ്സ് ദി എക്സ്പയറി ഓഫ് എ ഹ്യൂമൻസ് ലൈഫ്? ഏഷ്യയിലെ തന്നെ ബയോ ഹാക്സിൻ്റെ പൈനിയർ എന്നറിയപ്പെടുന്ന ഡോക്ടർ സജീവ് നായരാണ് നമ്മളുടെ അവിടെ. ഹായ് ഡോക്ടർ. ഹലോ. ഞാൻ ഡോക്ടറിൻ്റെ റീല് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. അതായത് 2045 നമ്മളുടെ ഡെത്ത് ഓപ്ഷണലാക്കാം എന്നുള്ളൊരു റീല്. സാധാരണക്കാരൻ കാണുന്ന സമയത്ത് നമുക്ക് മറ്റേ ശ്രീനിവാസൻ്റെ ഡയലോഗാണ് ഓർമ്മ വരിക, ഒരിക്കലും നടക്കാത്ത മനോഹരമായിട്ടുള്ള സ്വപ്നം. ഈ സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമാകാം? അതിൽ ബയോ ഹാക്കിംഗ് വഴി എങ്ങനെ ഒരാളുടെ ലൈഫ് ചേഞ്ച് ആകും? എന്താണ് ബയോ ഹാക്കിംഗ്? ഈ 2045 ആകുമ്പോൾ ഡെത്ത് ഓപ്ഷനിലാകും എന്ന് പറഞ്ഞത് ആക്ച്വലി ഞാൻ കണ്ടുപിടിച്ചല്ല. അത് ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ജനറ്റിസ്റ്റുകൾ എഴുതിയൊരു പുസ്തകമുണ്ട്, ഡെത്ത് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞു. ജോസ് കോഡിയാരോ, ഡേവിഡ് വുഡ്, അങ്ങനെ 2 പേര്. ആ ബുക്കിൻ്റെ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ബൈ 2045 ഡെത്ത് വിൽ ബി ഓപ്ഷണൽ. ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുമെന്നല്ല, ഒരാൾക്ക് കുറച്ചുകൂടി ഇൻഫോംഡ് ആയിട്ട് ഡിസൈഡ് ചെയ്യാം, ഷുഡ് ഐ ഗോ ടുവേർഡ്സ് ഡെത്ത് റൈറ്റ് നൗ, യെസ് ഓർ നോ എന്ന് പറയുന്ന രീതിയിൽ. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ കാര്യം, ഇപ്പം നമുക്കിന്ന് കിട്ടിയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റുകൾ, ടെക്നോളജി വന്നിട്ടുള്ള അഡ്വാൻസ്മെൻറ്റുകൾ, ഇതെല്ലാം തന്നെ നമ്മളെ ലീഡ് ചെയ്യുന്നത് എന്തിലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അസുഖങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാനും ഈ അസുഖങ്ങൾ വരുന്നതിൽ നിന്ന് സ്വയം തടയാൻ. സ്വയം എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ബയോ ഹാക്കിംഗ് എന്ന് പറയാൻ കാര്യം. ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി, നമ്മുടെ ബയോളജിയെ മൊത്തത്തിൽ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടേക്ക് കൺട്രോൾ എന്ന് പറയില്ലേ. അപ്പോൾ ഹാക്കിംഗ് എന്നുള്ള വാക്ക് ഇങ്ങനെ വരാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഈ സിലിക്കോൺ വാലിയിൽ നിന്നാണ് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. 2014-15 സിലിക്കോൺ വാലിയിൽ ഭീകരമായ ഒബിസിറ്റിയും ഫാറ്റി ലിവർ ഇഷ്യൂസും വന്ന സമയത്ത് ഈ യങ് ആയിട്ടുള്ള IT പ്രൊഫഷണൽസൊക്കെ അതിൽ ഫെഡപ്പായിട്ട് അവർക്ക് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, അങ്ങനെ അവർ തന്നെ ചില ടെക്നോളജി യൂസ് ചെയ്ത് എങ്ങനെ ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള കണ്ടെത്തുന്ന ശ്രമമായിട്ടാണ് ബയോ ഹാക്കിംഗ് എന്നുള്ള വേർഡ് ഉണ്ടായത്. അപ്പം ബേസിക്കലി ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി എന്ന് പറഞ്ഞാൽ ഹൗ യു ക്യാൻ ആക്ച്വലി ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഓൺ ബയോളജി. സിമ്പിൾ. നൗ നമ്മളുടെ വരാനിരിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ പറ്റുക. ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസുകൾ, എല്ലാ അസുഖങ്ങളും അല്ല ഞാൻ പറഞ്ഞ്, ഇൻഫെക്ഷ്യസ് ഡിസീസുകൾ പലതും ഉണ്ടാകും, അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. അല്ലാതുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഘടകങ്ങളെ നമുക്ക് തടയിടാൻ സാധിച്ചാൽ ഈ പറയുന്ന ഡെത്ത് ഓപ്ഷനിലാവുമല്ലോ. അങ്ങനെ നോക്കുകയാണെന്നുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ ജീനുകളിൽ നമുക്ക് വരാനിരിക്കുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ കാരണം നമ്മുടെ ജീവിതം, നമ്മുടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു സെല്ലിൽ നിന്നാണ്, സൈഗോട്ട് എന്ന് പറയും. അപ്പോൾ അത് ഒരു 23 ക്രോമസോം അച്ഛൻ്റെയും ഒരു 23 ക്രോമസോം അമ്മയുടെയും ജോയിൻ ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ ക്രോമസോമിനകത്ത് DNA ഉണ്ട്. DNA എന്ന് പറയുന്നത് ജീനുകളാണ്. ജീൻ എന്ന് പറയുന്നത് ഇൻഫർമേഷനാണ്. അതിനകത്ത് ഗദാഫിയുടെ എല്ലാ കാര്യങ്ങളും, മുടി എങ്ങനെ ഇരിക്കണം, സ്കിൻ എങ്ങനെ ഇരിക്കണം, എല്ലാ ഇൻഫർമേഷനും അതിനകത്തുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ തലമുറകളായിട്ട് അവർ ക്യാരി ചെയ്തുകൊണ്ട് വന്നിരുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷനും ഉണ്ട്. അതിനെ ജീൻ വേരിയൻസ് എന്ന് പറയും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജീൻ, ആ ജീനിൽ എന്തെങ്കിലും ഒരു വേരിയൻറ്റ് വരുമ്പോഴാണ് അത് പിന്നീട് എന്തെങ്കിലും അത് എക്സ്പ്രസ് ചെയ്താൽ അസുഖമാവുന്നത്. ഇപ്പം എൻ്റെ ഉള്ളിൽ ഒരു ജീൻ വേരിയൻ്റ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് അൽഷൈമേഴ്സ് ഡിസീസിലേക്ക് എത്തിക്കാവുന്ന ഒരു ജീൻ വേരിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അൽഷൈമേഴ്സ് വരണമെന്നില്ല, പക്ഷെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ എനിക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പം ഇതുവരെ നമ്മൾ നേരത്തെ കുറച്ച് നാൾ മുമ്പ് 2003 ഹ്യൂമൻ ജിനോം പ്രൊജക്റ്റ് ഓപ്പൺ ആയത്. അന്ന് ഈ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരുന്നു. പക്ഷേ എപ്പിജെനറ്റിക് സയൻസ് എന്ന് പറയുന്നത് ഈ അടുത്തിടയ്ക്ക് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എപ്പിജെനറ്റിക്സ് എന്ന് പറയാൻ കാര്യം, ജീനിനെ എങ്ങനെ പുറത്തുനിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാം. എപ്പി എന്ന് പറയും പുറത്തുനിന്ന്. അപ്പോൾ അതായത് ഈ ഒരു ജീൻ, അതായത് അൽഷൈമേഴ്സിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ജീൻ വേരിയൻറ്റ് ഇപ്പം നിങ്ങളുടെ ഉറക്കമാണ്. അതുണ്ട്, ജനിച്ച മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് വരാത്രത്തോളം കാലം ദാറ്റ് മീൻസ് അത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ പറയുക. ഈ ജീനുകളെക്കുറിച്ച് പറയുന്നത് ജീൻസ് ആർ ലോഡഡ് ഗൺസ് എന്നാണ് പറയുക. ഒരു ലോഡഡ് ഗണ്ണ് എടുത്തിട്ട് നമ്മുടെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ട്രിഗർ ചെയ്താലേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇതിനെപ്പോഴാണ് ട്രിഗർ വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ. ഈ ട്രിഗർ എന്താണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ സയൻറ്റിഫിക് ആയിട്ട് സ്റ്റഡി നടക്കുന്ന മേഖല അതാണ്. ഈ ട്രിഗർ എന്താണ്, ഈ ജീനിനെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള ഘടകങ്ങൾ എന്താണ്. അത് കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സാണ്. ഈ ലൈഫ് സ്റ്റൈൽ എന്നുള്ള വാക്ക് വല്ലാതെ ഉപയോഗിക്കുന്നൊരു വാക്കാണെങ്കിൽ പോലും
ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാവാം, കുടിക്കുന്ന വെള്ളമാവാം, നമ്മുടെ ശ്വസിക്കുന്ന വായു ആവാം, ചില മെഡിസിൻസ് ആവാം, ചെയ്യുന്ന എക്സസൈസ് ആവാം. അതെ. ഈവൻ ടു ദി എക്സ്റ്റെൻറ്റ് ഇപ്പോൾ പറയുന്നത് 3rd largest കോസ് ഓഫ് ഡെത്ത് ഈസ് ചേഞ്ച് ഇൻ സിപ്പ് കോഡ്. അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ താമസം മാറ്റിയാൽ പോലും ചില ജീനുകൾ എക്സ്പ്രസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് ചില ആൾക്കാർക്ക് മരണങ്ങളിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ട്രിഗറുകളെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന മരണത്തെ അവോയ്ഡ് ചെയ്യാമല്ലോ. അതാണ് ഡെത്ത് ബിക്കംസ് ഓപ്ഷണൽ ബൈ 2045. അതെന്തുകൊണ്ട് 2045 എന്ന് പറയാൻ കാര്യം, ഇതിനിപ്പോൾ ഒരു അവയർനെസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഇമാജിൻ എ സിറ്റുവേഷൻ, ഓരോരുത്തരും അവരവരുടെ ജനറ്റിക് ഇൻഫർമേഷൻ അവർക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കുകയാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ വി റൂട്ട്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജസ്റ്റ് 2 ml സലൈവയിൽ നിന്ന് നമ്മളുടെ DNA ഡീകോഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ഏകദേശം 275 ഹെൽത്ത് കണ്ടീഷൻ ഉദ്ദേശിക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളാവാം, ചിലപ്പോൾ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായ്മയാവാം. ഇതെല്ലാം നമ്മൾ ഡീകോഡ് ചെയ്യും ഇപ്പോൾ തന്നെ. ഡീകോഡ് ചെയ്ത ശേഷം നമ്മളുടെ ഒരു ടീം ഈ എൻ്റയർ ഇൻഫർമേഷനെ കോറിലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഈ ജീനുകൾ ഓൺ ആവാൻ സാധ്യതയുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ട്രിഗറുകൾ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. ഈ ട്രിഗറുകളെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നിങ്ങൾ വരുത്തണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ മോഡിഫിക്കേഷൻ വരുത്താൻ ഒരാൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് പ്രയാസമുള്ള മോഡിഫിക്കേഷൻ ഒന്നും ആയിരിക്കും, ചെറിയ കാര്യമായിരിക്കും. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കഫീൻ ഒരു ലിമിറ്റിന് മുകളിൽ പോകുമ്പോൾ ചില ജീൻ എക്സ്പ്രസ്ഡ് ആയെന്ന് വരാം. ഇപ്പം മിക്ക ആൾക്കാരും ഇപ്പം ബ്രോക്കോളി ഒരു നല്ല വെജിറ്റബിൾ, ഹെൽത്തി വെജിറ്റബിൾ ആയിട്ട് കരുതുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നടത്തിയിട്ടുള്ള സ്റ്റഡികളിൽ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ കാണുന്നത് ചില ആൾക്കാരിൽ ചില പർട്ടിക്കുലർ ജീൻ വേരിയൻസ് ഉണ്ട്. അത് ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളിലേക്ക് ലീഡ് ചെയ്യുന്ന ചില ജീൻ വേരിയൻ്റ് ഉണ്ട്. അത് ഓൺ ആവാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമായിട്ട് മാറാറുള്ളത് സൾഫറഫൈൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴാണ്. അത് കൂട്ടാൻ ഏറ്റവും നല്ലൊരു സാധനം ബ്രോക്കോളിയാണ്. അപ്പോൾ ബ്രോക്കോളി നല്ല വെജിറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയില്ല എന്ന് പറയുള്ളൂ. കാരണം 1 man's ഫുഡ് ക്യാൻ ബി അനദർ മാൻസ് പോയിസൺ. അപ്പോൾ ബേസിക്കലി ഡെത്ത് ബിക്കംസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ അത് റിയാലിറ്റി ആകുമെന്ന് ചോദിച്ചാൽ ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് യെസ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പം ഞാനീ പറയുന്ന ടൈപ്പ് ഓഫ് ജനറ്റിക്, അത് ഞാൻ ഈ പറയുന്നതെന്ന് പറയാൻ കാര്യം ഇതിന് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്നാണ് പറയുക. മുൻകൂട്ടി അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റുകളാണ്. അസുഖങ്ങൾ വന്ന ശേഷം നടത്തുന്ന ടെസ്റ്റുകൾ വളരെ ഡിഫറെൻ്റ് ആണ്. ഇതിനെക്കുറിച്ച് WHO തന്നെ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു ടേക്ക് എൻ ഇൻഫോംഡ് ചോയ്സ് എന്നാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം യെസ്, നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുസിൻ്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ജീൻസ് നമ്മളുടെ ലൈഫിലെ ഹെൽത്തിയർ ലൈഫിന് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡോക്ടേഴ്സും അത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസൊക്കെ അത്തരം ജീനുകളെ പ്രൊമോട്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ ഇവിടെ ഒരു അവയർനെസ് ഉണ്ടാക്കാത്തതെന്ന് അപ്പോൾ ഡോക്ടർ? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പോകുന്ന അസുഖം വരുമ്പോഴാണ്. ഞാൻ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു ഹോസ്പിറ്റലിലും പോയിട്ട് ഡോക്ടർ എനിക്ക് എൻ്റെ ആരോഗ്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ ആരും പോകാറില്ല. ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എത്തുന്ന സമയത്ത്, ഒരു ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഓൾറെഡി ദർ ഈസ് എൻ ഇഷ്യൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ പ്രയോറിറ്റി ഇഷ്യൂ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ആ ഒരു പ്രോസസ്സ് ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ സ്ട്രീമിനകത്ത് ഇല്ല. ഇപ്പോൾ പയ്യെ വരുന്നുണ്ട്. വെൽനസ്, പ്രിവെൻറ്റീവ് ഹെൽത്ത് എന്നൊക്കെ ഉള്ള രീതിയിൽ പല സെൻറ്ററുകളും പല ഡോക്ടേഴ്സും ഒക്കെ അതിലേക്ക് അവലംബിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നിലവിലില്ല. പിന്നെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഡോക്ടർമാർക്ക് ഇതിനൊന്നും സമയമില്ല. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് ഒരു ദിവസം 100 കൺസൾട്ടേഷനൊക്കെ ചെയ്യുന്ന ഡോക്ടർമാരൊക്കെയാണ്. അതിനിടയ്ക്ക് നമ്മൾ പോയിട്ട് നമ്മളുടെ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞാൽ ഡോക്ടർ അത് ആരെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന അവസ്ഥയാവും ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളുടെ എൻ്റയർ സിസ്റ്റം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ നോക്കുകയാണെങ്കിൽ ഡിസീസ് ഓറിയൻറ്റഡ് ആണ്. ഡിസീസ് വരുന്ന സമയത്ത് മാത്രം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അതല്ലേ, ശരിക്കും ആലോചിച്ച് നോക്കിയാൽ. അതാണ് അമേരിക്കയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്, പോൾ സെയിൻ പിൽസർ. അദ്ദേഹം 2 അമേരിക്കൻ പ്രസിഡന്റുമാരുടെ എക്കണോമിക് അഡ്വൈസർ ആയിരുന്നതാണ്. അദ്ദേഹമാണ് ഈ വെൽനസ് എന്നുള്ള പദം തന്നെ ഒരുപക്ഷെ പ്രൊമോട്ട് ചെയ്തെന്ന് തോന്നുന്നു. വെൽനസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ അദ്ദേഹം 2000 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആൾ പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെയും എക്കോണമിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്, ഏത് രാജ്യത്ത് പോയാലും. പക്ഷേ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ്, ഫാർമ കമ്പനീസ്, സ്കാൻ സെൻറ്റേഴ്സ്. അപ്പം ഈ എല്ലാ ബിസിനസ്സുകളും നോക്കുകയാണെങ്കിൽ ഇവരെന്തിനാണ് ക്യാറ്റർ ചെയ്യുന്നത്? സിക്നെസ്സിനെയാണ് ബേസിക്കലി നോക്കുകയാണെങ്കിൽ. അദ്ദേഹം അതിനകത്ത് വളരെ സരസമായിട്ട് പറഞ്ഞാണെങ്കിലും വളരെ മീനിങ് ഫുള്ളാണത്. അദ്ദേഹം പറഞ്ഞത് ആക്ച്വലി ഹെൽത്ത് കെയർ ഇസ് എ മിസ്നോമർ. ഇതിനെ റീനെയിം ചെയ്തിട്ട് സിക്നെസ് ഇൻഡസ്ട്രി എന്നാക്കേണ്ട കാലം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബേസിക്കലി അവരെ സംബന്ധിച്ച് ദേ ആർ ടു ബിസി ഡീലിംഗ് വിത്ത് ഡിസീസസ്. നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ചുമതലയാണ്, അത് ഡോക്ടർമാരുടെ ചുമതലയൊന്നുമല്ല. ഓക്കെ.
ഇവിടെ ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് നമ്മൾക്ക് വേണ്ടത് നല്ല ഡയറ്റ്, നല്ല എക്സസൈസ്, അല്ലെങ്കിൽ നല്ല ലൈഫ് സ്റ്റൈൽ എന്നൊക്കെയാണ് നമ്മളൊരു പൊതുബോധമല്ല. അപ്പോൾ ആളുകൾ ജിമ്മിൽ പോകുന്നുണ്ട്, നല്ല ഹെൽത്തി ഡയറ്റ് എടുക്കുന്നുണ്ട്, നല്ല ലൈഫ് സ്റ്റൈലിൽ മാക്സിമം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ 40കളിൽ തന്നെ എത്രയോ ആൾക്കാർ മരണം അടയുന്നുണ്ട്. ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ ആക്ടർ മരിക്കുന്നത്, പുനീത് രാജ്കുമാർ. അതെ, രാജ്കുമാർ മരിക്കുന്നത്. ഇപ്പോൾ കെ ഓൾ ഓഫ് എ സഡൻ വിത്തൗട്ട് എനി സിംറ്റംസ് അദ്ദേഹം മരിക്കേണ്ട. അപ്പോൾ ചെറുപ്പത്തിൽ 40 എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി യങ് ഏജ് അല്ലേ. 40കളിലും ആൾക്കാർ മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ഏജ് അല്ല അപ്പോൾ മരണത്തിനുള്ള കാരണം. അപ്പോൾ ബയോ ഹാക്കിംഗ് എന്നുള്ളതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണത് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടത്, ട്രീറ്റ്മെൻറ്റ് സർവീസ് എടുക്കേണ്ടത്? ബേസിക്കായിട്ട് നോക്കി നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ പുനീത് രാജ്കുമാറിൻ്റെ കേസോ അല്ലെങ്കിൽ കെയുടെ കേസോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വൈറ്റ് ഹാപ്പൻഡ് ഓൾ ഓഫ് എ സഡൻ, അല്ലെങ്കിൽ ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊളാപ്സ് ചെയ്ത് മരിക്കുന്നത്. അതെ, ഇന്നും ആർക്കും ആൻസർ ഇല്ല സത്യം പറഞ്ഞാൽ. എന്തോ സംഭവിച്ചു, എങ്ങനെ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് മാത്രമേ. പക്ഷേ എങ്ങനെ ഇതുണ്ടായി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം നമ്മൾ ആൻസർ ചെയ്തേ പറ്റൂ. പണ്ട് സാധിക്കില്ലായിരുന്നു, ഇന്ന് അതിനുള്ള സയൻസ് ഉണ്ട് കണ്ടെത്താനായിട്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഒരാൾക്ക് സഡൻ കാർഡിയാക് ഡെത്തിനുള്ള ഹൈ റിസ്ക് ഉണ്ടോ എന്നുള്ളത് ഇന്ന് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് അത്തരത്തിലുള്ള ജീനുകൾ അയാൾ ഉണ്ടെങ്കിൽ ആ ജീനുകൾ ട്രിഗേർഡ് ആവാൻ സാധ്യതയുള്ള സാഹചര്യം അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനാണ് ആ ജീനുകളെ ട്രിഗർ ചെയ്യുന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ വി റൂട്ട്സ് ചെയ്യുന്ന പ്രോഗ്രാം എപ്പിലിമോ എന്ന് പറയും, എപ്പിജനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ജനറ്റിക് ടെസ്റ്റ്, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറ്റിക് ടെസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 275 ഹെൽത്ത് കണ്ടീഷൻ നമ്മൾ ഡീകോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ജീൻ വേരിയൻറ്റ്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ടോ, ഇൻ്റർവൽ എന്ന് പറയും. ക്യൂറ്റി ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ECG എടുത്ത് നോക്കിയാൽ PQRT എന്ന് പറഞ്ഞിങ്ങനെ ഗ്രാഫ് കാണാമല്ലോ. PQRT, ഈ ക്യൂവും ടിയും തമ്മിലുള്ള ഗ്യാപ്പാണിത്. ഓക്കെ, ഇതിൽ ചില ആൾക്കാരുടെ ജനറ്റിക് ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണുമ്പോൾ അവർക്കൊരു പെർട്ടിക്കുലർ ജീൻ വേരിയൻ്റ് ഉണ്ട്, അത് പ്രൊലോങ്ഡ് QT എന്നാണ് എഴുതി വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ QT തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണെന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളിവിടെ 4 പേര് ഇരിപ്പുണ്ടെങ്കിൽ 4 പേരുടെയും ഡിഫറൻ്റ് ആയിരിക്കും, അത് അസുഖമൊന്നുമല്ല. പക്ഷേ ഈ പ്രൊലോങ്ഡ് QT ഉള്ള ആൾക്കാർ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെല്ലിൽ വേണ്ട പ്രിക്കോഷൻസ് എടുക്കാതെ ചെയ്താൽ ഹാർട്ട് ഫെയിലിയർ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി എത്ര പേര് നോക്കുന്നുണ്ട്? ഒരു ജിമ്മിൽ പോകുന്നു, ഞാൻ എന്നാൽ നാളെ മുതൽ ഫിറ്റ് ആയേക്കാമെന്ന് വിചാരിക്കുന്നു, നമ്മൾ ജിമ്മിലേക്ക് ചെല്ലുന്നു, HIITക്ക് പോകുന്നു, അല്ലെങ്കിൽ മാരത്തൺ ഓടാൻ പോകുന്നു. മാരത്തൺ ഓടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും അല്ല ഇത്. ഈ മാരത്തൺ ഓടുന്നത് ഹെൽത്തിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരാൾ ഹെൽത്തി ആയിരിക്കാൻ മാരത്തൺ ഓടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് മാരത്തണർ ആവാൻ താല്പര്യമോ അല്ലെങ്കിൽ അതിലൊരു പാഷനുള്ള, പക്ഷേ അതുപോലെ നമ്മൾ നോക്കണം. കാരണം ഞങ്ങൾക്ക് തന്നെ ഒരു കേസ് ഉണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹം സൂറത്തിൽ ഒരു വലിയ ഡയമണ്ട് മർച്ചൻ്റാണ്. അദ്ദേഹത്തിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജനറ്റിക് പ്രൊഫൈൽ വെച്ചുകൊണ്ട് മാരത്തൺ റൺ ചെയ്യാൻ ആൾക്ക് പാടില്ല എന്നുള്ളത് നമ്മുടെ കൗൺസിലർ പറഞ്ഞു. അപ്പോൾ ആൾ ചിരിച്ചു. ആൾ പറഞ്ഞു, നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ തെറ്റാണ്. കാരണം ഞാനിപ്പോൾ 2 വർഷമായിട്ട് മാരത്തൺ ഓടുന്നുണ്ട്, എൻ്റെ പാഷനാണ്. 2023 നടന്ന ഡൽഹി മാരത്തണിൽ ആൾ കൊളാപ്സ് ചെയ്തു. കൊളാപ്സ് ചെയ്ത് ICUയിൽ കിടക്കുന്ന സമയത്ത് അവിടെയുള്ള ഡോക്ടർ, അദ്ദേഹം US ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളായിരുന്നു. കാരണം ഇതൊരു പുതിയ സയൻസ് ആണല്ലോ. 2003 ഈ ഹ്യൂമൻ ജനോം പ്രൊജക്റ്റ് പുറത്തു വന്നത് തന്നെ. അപ്പോൾ നമ്മളുടെ ഇവിടെ പണ്ട് പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സ് പലർക്കും ഇതിനെക്കുറിച്ച് അത്രമാത്രം അറിയില്ല. അപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചു, നിങ്ങളെപ്പോലെ ഇത്രയും 10,000 കോടി വർത്തായിട്ടുള്ളൊരു മനുഷ്യനെ ഓടാനും ഇതുപോലുള്ള പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വേണ്ട തരത്തിൽ അസസ് ചെയ്തിട്ടാണോ പോയതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞാൽ എന്ത് അസസ്മെൻ്റ് ഉള്ളൂ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ജനറ്റിക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ ജീൻസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ വെച്ചാൽ. അപ്പോൾ ഞാനിങ്ങനെ ജനറ്റിക് ടെസ്റ്റ് ചെയ്തിരുന്നു, ഇതാ റിപ്പോർട്ടെന്ന് പറഞ്ഞ് കാണിച്ചു. അതിനകത്ത് പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്, മാരത്തൺ ഈസ് നോട്ട് റെക്കമെൻഡഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്പ്രിൻ്റ് അയാൾക്ക് കുഴപ്പമില്ല പോലും. അപ്പോൾ മാരത്തൺ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ആണ് പുള്ളിക്ക് പ്രശ്നമുള്ളത്. അപ്പോൾ ആൾ ചോദിച്ചു, ഡോക്ടറോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യാൻ പറ്റുക. ആൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവരോട് തന്നെ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മുടെ ടീമിലേക്ക് തന്നെ അത് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ആക്ച്വലി ഇയാളെ സംബന്ധിച്ചിടത്തോളം മാരത്തണിൽ ഇയാൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. കാരണം അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത വേറെ ചില ജീനുകൾ അയാൾക്കുണ്ട്. ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ട്രിഗർ ചെയ്യുന്നത് എങ്ങനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ ഫർദർ ട്രിഗർ ഉണ്ടാവാതെ എങ്ങനെ അതിനെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വെച്ച് എങ്ങനെ നിർത്താൻ പറ്റും നമ്മൾ നോക്കി. അദ്ദേഹത്തിന് ആക്ച്വലി ഒരു മിനറലിൻ്റെ ഡെഫിഷ്യൻസി ജനറ്റിക്കലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം വീണ്ടും പുള്ളി റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ റൺ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ആ മിനറൽ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് റൺ ചെയ്യുന്നത്, ഒരു IV എടുത്തിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് 40 വയസ്സിലും 30 വയസ്സിലും ഒക്കെ ആൾക്കാർ മരിക്കുന്നു എന്ന് ചോദിച്ചാൽ ട്രിഗർ അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ട്രിഗർ അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സൗരവ് ഗാംഗുലി നമ്മളുടെ ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സ്പോർട്സ് പേഴ്സണാണ്. ഇത്രയും കാലം ക്രിക്കറ്റ് കളിച്ചിട്ട് ഒരു പ്രശ്നമില്ലാതിരുന്ന ഒരാൾ ജിമ്മിൽ പോയിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത സമയത്ത്
അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. എന്താ കാരണം? അപ്പം അയാളുടെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ പ്രശ്നമാണോ? അല്ല. അയാളുടെ ഫിറ്റ്നസിൻ്റെ പ്രശ്നമാണോ? അല്ല. എന്തോ ഒരു ട്രിഗർ അവിടെ ഉണ്ടായി. ഈ ട്രിഗർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ട്രിഗർ ഐഡൻറ്റിഫൈ, അത് ഏത് കാര്യത്തിലും. ഇപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആൾക്കാർ കീറ്റോ ഡയറ്റിന് പോകുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് വർക്കാവുന്നുണ്ട്, ചില ആൾക്കാർക്ക് നെഗറ്റീവ് റിസൾട്ട് തരുന്നുണ്ട്. റീസൺ, നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനുകളുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ള 10,000 കൂടുതൽ കേസുകൾ നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു 20% ആൾക്കാരിലെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ജീൻ, അതായത് ഫാറ്റ് മെറ്റബോളിസത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീൻ, അത് ഇമ്പയർഡ് ആണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇയാളെ കൊണ്ട് ഹൈ ഫാറ്റ് ഡയറ്റിലിട്ടാലത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹെൽത്ത് പ്ലാൻ, ഒരു ഡയറ്റ് പ്ലാനിലേക്കോ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമിലേക്കോ ഞാനൊന്ന് ഹെൽത്ത് കോൺഷ്യസ് ആകണമെന്ന് വിചാരിച്ചാൽ ആദ്യം നമ്മളുടെ ഒരു ജനറ്റിക് പ്രൊഫൈൽ നമ്മുടെ ഉണ്ടാവണം. വാട്ട് വർക്ക്സ്, വാട്ട് ഡസൻ വർക്ക്. ഇതിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ജീൻ ഒരിക്കലും മാറുന്നില്ല. ഒറ്റ പ്രാവശ്യം നമ്മുടെ ലാപ്ടോപ്പിൻ്റെയും റെഫ്രിജറേറ്ററിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ ഉണ്ടാക്കി വെക്കുക, പിന്നെ അത് നോക്കിയിട്ട് വർക്ക് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബയോ ഹാക്കിംഗ് സെൻറ്ററിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സർവീസ് അപ്പം നമുക്ക് കിട്ടുക? ഇപ്പം ഞാനീ പറഞ്ഞ എപ്ലിമോ പ്രോഗ്രാം പോലുള്ള ജനറ്റിക് ബേസ്ഡ് പ്രോഗ്രാമിന് ബയോ ഹാക്കിംഗ് സെൻറ്ററിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അത് ഡു ഇറ്റ് യുവർ സെൽഫാണ്. 2 ml സലൈവ മതി. നമ്മളൊരു കിറ്റ് അയച്ചു തരും. സലൈവ അതിനകത്ത് സ്പിറ്റ് ചെയ്ത് തിരിച്ചയച്ചു കഴിഞ്ഞാൽ ജനറ്റിക് ലാബിൽ ഡീകോഡ് ചെയ്യും. അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം ഓൺലൈനാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾ ഓവർ ഇന്ത്യ മാത്രമല്ല UAE ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ UAE ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒത്തിരി സാമ്പിൾസ് നമുക്ക് വരാറുണ്ട്. ബയോ ഹാക്കിംഗ് സെൻറ്റർ നമുക്കിപ്പം കൊച്ചിയിലുണ്ട്. ബയോ ഹാക്കിംഗ് സെൻറ്ററിൽ ചെയ്യുന്നതെന്ന് പറയുമ്പം നമ്മൾ പ്രിവെൻറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴല്ലേ. അപ്പം ജനറലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്നതും ഫോക്കസ് ചെയ്യുന്നതും ഹൈ പെർഫോമൻസിലേക്ക് അവർക്ക് എങ്ങനെ എത്താം, അവരുടെ ലോഞ്ചിവിറ്റി എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ട് അങ്ങനെ അവർക്ക് കൂടുതൽ കാലം ജീവിക്കാം. പക്ഷേ ആൾക്കാർ പലപ്പോഴും ഇതൊക്കെ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു അസുഖം വന്ന് വിടുമ്പോഴോ, ഒന്നെങ്കിൽ ഫാറ്റി ലിവർ എന്തെങ്കിലും. അപ്പോൾ ആദ്യം ഇവരെ ഹൈ പെർഫോമൻസ് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവരുടെ ഡിസീസ് റിവേഴ്സ് ചെയ്യണം. അതിന് മെഡിക്കൽ ഹെൽപ്പ് വേണമല്ലോ നമുക്ക്. അപ്പോൾ ഞങ്ങൾ ബയോഹാക്ക് സെൻറ്റർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഓക്കെ. പക്ഷേ അവിടെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഇൻഫ്രാറെഡ് സോന ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഹൈ ആക്കാനുള്ള അറിയാം. സോന നിങ്ങൾക്ക് അറിയാമല്ലോ. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് റേസ് വെച്ചിട്ട് ചെയ്യുന്നു മാത്രം. അപ്പോൾ അഡ്വാൻസ് എന്നാൽ കുറേ കൂടെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റും. 75-80 ഡിഗ്രിയിലേക്ക് കയറ്റാൻ പറ്റും. ഓക്കെ. ദെൻ വി ഹാവ് കോൾഡ് പ്ലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും അതും ഈ പറയുന്ന നമ്മുടെ ബോഡി ഒരു കൺട്രോൾ സ്ട്രെസ്സിലേക്ക് ഇടാൻ വേണ്ടിയാണ് ഈ കോൾഡ് പ്ലഞ്ച്. ഒരു 2 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വെള്ളം അതിലേക്ക് നമ്മൾ പ്ലഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓവറോൾ സെല്ലുലാർ ഫങ്ഷൻസിലൊക്കെ മാറ്റം ഉണ്ടാകും. ഒരു മൈറ്റോകോൺട്രിയൽ ഫങ്ഷൻസൊക്കെ മാറും. പിന്നെ പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്ലീപ്പിനെയും സ്ട്രെസ്സിനെയും മാനേജ് ചെയ്യാനാണ്. പിന്നെ നമ്മളുടെ IV ന്യൂട്രീഷൻ, പലതരത്തിലുള്ള ന്യൂട്രീഷണൽ തെറാപ്പികൾ IV ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഗ്ലൂട്ടാത്തയോണൊക്കെ ഉൾപ്പെടെയുള്ളത്. അങ്ങനെ ഇപ്പോൾ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇതൊരു ഒരാൾ പോയിട്ട് എനിക്കെന്നാൽ ഇത് ചെയ്യാന്നുള്ളതല്ല. അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടേഴ്സ് ഉണ്ടാക്കുന്നൊരു പ്രോട്ടോക്കോൾ ഉണ്ടാവും. ആ പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്ത് അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് നമ്മളവിടെ. പെയിൻ മാനേജ്മെൻറ്റും നമ്മളവിടെ ചെയ്യാറുണ്ട്. ഇലക്ട്രിക്കൽ മസിൽ സ്റ്റിമുലേറ്റർ എന്ന് പറഞ്ഞാൽ അത് 2 തരത്തിൽ EMS ഉണ്ട്. ഒന്ന് സാധാരണ എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന EMS ഉണ്ട്. അത് ജാക്കറ്റ് പോലെ ഉണ്ടാവും. ഇതല്ല, ഇത് കുറേ കൂടെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബെഡ് പോലത്തെ ഒരു EMS ഉണ്ട്. അപ്പോൾ അതുതരം പെയിനും ബാക്ക് പെയിൻ ആണ് കൂടുതലും അതിൽ മാനേജ് ചെയ്യുന്നത്. ഒരു മരുന്ന് കഴിക്കുക ഇങ്ങനെയുള്ള കൺസെപ്റ്റ്. ചില മരുന്നുകൾ കൊടുക്കേണ്ടിടത്ത് മരുന്ന് കൊടുക്കേണ്ടി വരും, വേണ്ടെന്നല്ല. പക്ഷെ സ്റ്റിൽ അല്ലാതെ തന്നെ നമ്മുടെ ബോഡിയെ തന്നെ റിപ്പയർ ചെയ്യുകയും റിക്കവർ ചെയ്യുകയും ചെയ്യിച്ചിട്ട് നമുക്കിതിൽ നിന്ന് പുറത്തു വരുത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളുടെ സെൻറ്ററുകളിൽ നോക്കുന്നത്. ഓക്കെ, അടിപൊളി. ഇതിപ്പോൾ സെൻറ്ററിനെ പറ്റിയും നമ്മുടെ സർവീസിനെ പറ്റിയൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണയായി. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി സെറ്റിലായിട്ട് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗ്ഗവും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് വരാതിരിക്കാനുള്ള, ഇപ്പോൾ പറഞ്ഞ പോലെ ബയോ ഹാക്കിങ്ങിൽ ഒരു സാധാരണക്കാരന് പോയി കഴിഞ്ഞാൽ അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കേരളം പോലൊരു സ്ഥലത്ത് ഒരു ടിപ്പിക്കൽ മലയാളിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എലൈറ്റ് ക്ലാസ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നത്? ആക്ച്വലി മലയാളികൾ കുറച്ച് നല്ല വെൽ ഓഫ് ആണ് കൂടുതൽ. പിന്നെ ഇനി 2 കാര്യം. നമ്മൾ ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് ഓൺ ബയോളജി എന്ന് പറയാം. അതിനകത്ത് ചില പ്രോസസ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതൊന്നും ഇല്ലാതെ നമുക്ക് ബയോ ഹാക്കിംഗ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബ്രെത്ത് വർക്ക് എന്ന് പറയുന്ന ബയോ ഹാക്കിങ്ങിൻ്റെ പാർട്ടാണ്. അതായത് നമ്മുടെ ബ്രെത്തിൽ ഫോക്കസ് ചെയ്യുകയും നമ്മുടെ ബ്രെത്തിലൂടെ തന്നെ ബ്രെത്തിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ബാലൻസ് ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാം. ഓക്കെ, അത് നമ്മളിവിടെ പ്രാണായാമയിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ, മെഡിറ്റേഷനിലും ഒക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതേപോലെ ഇപ്പം വെസ്റ്റേൺ വേൾഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു പദമാണ് ഗ്രൗണ്ടിങ്, എർത്തിങ് എന്നൊക്കെ പറയും.
വെറുതെ ഒന്നുമില്ല, ചെരുപ്പൊന്നും ഇടാതെ മണ്ണിൽ കൂടെ നടക്കുക, അതാണ്. അതിനവരൊരു നല്ല ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കുറച്ചുകൂടെ കേൾക്കാൻ സുഖമായെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിത് ചോദിക്കുമ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്നായിരിക്കും ലാസ്റ്റ് ടൈം നിങ്ങളുടെ ശരീരം മണ്ണിൽ മുട്ടിയത്. വലിയ പ്രയാസമാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രശ്നമില്ല. ദുബൈയിലോ ബോംബെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വർഷങ്ങളായിട്ടുണ്ടാവും മണ്ണിൽ ടച്ച് ചെയ്ത്. ചിലർ പറയും ഫ്ലോറിൽ ഞാൻ ചെരുപ്പിടാതെ നടക്കാറുള്ളൂ വീട്ടിലൊക്കെ. അത് പക്ഷേ വിട്രിഫൈഡ് ടൈൽസ്. സോ ബേസിക്കലി നമ്മുടെ ശരീരത്തിനകത്ത് 60-70 ട്രില്യൺ കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ശരിക്കും അതിൻ്റെ എന്താ പറയുക, അതിനെ ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എർത്തുമായിട്ട് കണക്റ്റഡ് ആവണം. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സും നമ്മൾ എർത്ത് ചെയ്യുന്നില്ലേ? നമ്മൾ ഇത്രയും വലിയൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഒരു എർത്തിങ്ങും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ചലഞ്ചസ് ഉണ്ടാവും. ഇപ്പം ഒന്നും വേണ്ട, ചില ആൾക്കാർ ഈ നംനെസ്, കയ്യിലും കാലിലൊക്കെ തരിപ്പെന്നൊക്കെ പറയില്ലേ, ഈ നമ്മുടെ പിൻസ് ആൻഡ് നീഡിൽസ്, ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു ഒറ്റ പ്രോസസ്സിൽ കൂടെ, അതായത് ഒരു 10-15 മിനിറ്റ് എല്ലാ ദിവസവും മണ്ണിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവരിൽ പല ആൾക്കാർക്കും അതിൽ നിന്ന് റിലീഫ് കിട്ടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന പലരുണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്തവർ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ബയോ ഹാക്കിംഗ് ആണ്. ഫെർമെൻറ്റഡ് ഫുഡ് ബയോ ഹാക്കിംഗ് ആണ്. നമ്മുടെ ഇഡ്ഡലി ദോശയൊക്കെ ഫെർമെൻറ്റഡ് ഫുഡാണ്. അപ്പോൾ ബയോ ഹാക്കിംഗ് എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ അല്ല. ബയോ ഹാക്കിംഗ് ചെയ്യാനായിട്ട് ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ബയോ ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ് അറൗണ്ട് ബയോളജിയാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് വന്ന് നമ്മൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളൊക്കെ ഒന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ ഒക്കെ തടയിടാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെയാണ് നമുക്ക് കുറച്ച് ചിലവ് വരുന്നത്, കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അതൊരു എക്സ്പെൻസ് അല്ല. അസുഖം വന്ന ശേഷം അത് എക്സ്പെൻസ് എന്ന് പറയാം. അസുഖം വരുത്താതിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. കാരണം നമുക്ക് കൂടുതൽ കാലം കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു എമൗണ്ട്, ഒരു സംഖ്യ പോലുമല്ല. ഞങ്ങളിപ്പോൾ നോക്കുന്ന ഈ എപ്ലിമോ എന്ന് പറയുന്ന പ്രോഗ്രാം, എപ്പിജെനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരാളുടെ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുന്നു, അതിന് 225 ഹെൽത്ത് കണ്ടീഷൻ നമ്മൾ അസസ് ചെയ്യുന്നു, അയാളുടെ മെറ്റബോളിക് അസസ്മെൻറ്റ് എന്ന് പറയും, പ്രസൻറ്റ് ഹെൽത്ത് അസസ് ചെയ്യുന്നു, എന്നിട്ട് ഈ ഡേറ്റയെ നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് അയാൾക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു, റെക്കമെൻഡേഷൻ കൊടുക്കുന്നു, അയാൾക്ക് അതിനുശേഷമുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നു. പ്ലസ് നമ്മുടെ ഒരു ആപ്പ് ഉണ്ട്, ട്രിഗർ എന്ന് പറഞ്ഞാൽ TRIGR. ഈ ആപ്പിനകത്ത് ഈ ജനറ്റിക് റിപ്പോർട്ടും അദ്ദേഹത്തിന് വേണമെങ്കിൽ പോയിട്ടൊരു ബ്ലഡ് റിപ്പോർട്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബ്ലഡ് റിപ്പോർട്ട് സ്കാൻ ചെയ്തും വെച്ച് കഴിഞ്ഞാൽ ഇത് AI ട്രെയിൻഡാണ്. സോ നമുക്ക് എന്തെങ്കിലും ചലഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മുടെ AI ഹെൽത്ത് അസിസ്റ്റൻറ്റിനോട് ചോദിക്കാം, എനിക്കിങ്ങനെ പ്രശ്നമുണ്ടെന്ന് നോക്കിയാൽ വിതിൻ സെക്കൻഡ് ഈ ജനറ്റിക് റിപ്പോർട്ടും ഈ പറയുന്ന മെറ്റബോളിക് റിപ്പോർട്ടിനെയും രണ്ടിനെയും കോറിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരും. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഹെൽത്ത് കോൺസിയർജ് പോലെ നമ്മുടെ കൂടെ തന്നെ ഈ ആപ്പും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്ത് വൺസ് ഇൻ ലൈഫ് ടൈം ആണെന്ന് ഓർക്കണം. ഇത് എൻറ്റയർ പ്രോഗ്രാമിന് നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 30,000 റുപ്പീസ് ഉള്ളൂ, 30,000 രൂപയുള്ളൂ. അപ്പോൾ അത് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന എക്സ്പെൻസീവ് ആണോ ചീപ്പാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അത് ഓരോരുത്തരും എടുക്കേണ്ട ചോയ്സ് ആണത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, ഇപ്പോൾ ജീനുകൾ എന്തായാലും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏത് പ്രായത്തിലും, അതായത് വളരെ നേരത്തെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഏജ് ലിമിറ്റ് ഉണ്ടോ? ഒരു ലിമിറ്റും ഇല്ല. ഒരു 2 ml സലൈവ കിട്ടാവുന്ന ഏത് ഏജിലും ചെയ്യാൻ പറ്റും. പിന്നെ എത്ര നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ലത്. കാരണം നമുക്ക് ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മോഡിഫിക്കേഷൻ തുടക്കത്തിൽ മുതൽ കൊണ്ടുവരാൻ പറ്റുമല്ലോ.